بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ربي يسر ولا تؤسر ربي زدنا علما وحلما وفهما وعقلا وحفظا ودبا كاملا ربي تمم بالخير والسعادة اللهم اكرمنا بنور العلم وبسرعة الفهم واهدنا من ظلمات الوهم والجهل واغفر لنا لمشايخنا لأساتذتنا لجميع المسلمين. ബഹുമാനികളെ, ധർമ്മം ചെയ്യുന്നതും അതുപോലെ ആദരിച്ച് ബഹുമാനിച്ച് എന്തെങ്കിലുമൊക്കെ പ്രസന്റേഷൻ ഒക്കെ സാധാരണ നൽകാറുണ്ട്. അതിൻ്റെയൊക്കെ പുണ്യങ്ങളും അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളും പഠിക്കാം. മിസ്കാത്തിൽ ഒരു അധ്യായം, ബാബും ഫിൽ ഹിബത്തി വൽ ഹദിയ. ഹിബത്ത് ധർമ്മം ചെയ്യുന്നതിനെ പറ്റിയും വൽ ഹദിയ, ഹദിയ നൽകുക എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ച് നൽകുക, പാപമാണ് എന്ന നിലക്ക് നൽകല്ല, മറിച്ച് ആദരിച്ച് നൽകുക. ചിലപ്പോൾ വലിയ രാജാക്കന്മാർക്ക് വരെ നൽകും, ആദരിച്ച് നൽകും. അൽ ഫസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ ഭാഗം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഉരിദ, മൻ വല്ലവനും ഉരിദ അലൈഹി, അവന്റെ മേലിൽ വെളിവാക്കപ്പെട്ടാൽ റൈഹാനുൻ, റൈഹാൻ സുഗന്ധം, നല്ല സുഗന്ധമുള്ള എല്ലാത്തിനും റൈഹാൻ എന്ന് പറയും. സുഗന്ധമുള്ള ചെടികൾക്കൊക്കെ ഏതായിരിക്കട്ടെ, റൈഹാൻ സുഗന്ധം അല്ലെങ്കിൽ റൈഹാൻ ചെടി വല്ലവൻക്കും പ്രദർശിപ്പിക്കപ്പെട്ടാൽ, വെളിവാക്കപ്പെട്ടാൽ, അവൻക്ക് നൽകപ്പെട്ടാൽ, ഫലാ യറുദ്ദുഹു, അതിനെ അവൻ മടക്കരുത്, അത് വാങ്ങണം. ഫഇന്നഹു ഖഫീഫുൽ മഹ്മലി, നിശ്ചയം അത് ചുമക്കൽ വളരെ ലഘുവാണ്. ത്വയ്യിബുർ റീഹി, നല്ല വാസനയുമാണ്. അപ്പൊ സുഗന്ധങ്ങൾ നൽകപ്പെട്ടാൽ അത് ആദരിച്ചു നൽകുന്ന ഒരു ഹദിയയാണ്, അത് സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. റൈഹാൻ, അതിന്റെ മഹത്വത്തിലേക്ക് സൂചനയും ഈ ഹദീസിലുണ്ട്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യറുദ്ദു തീബ, സുഗന്ധം തിരിച്ചു നൽകാറില്ല, മടക്കാറില്ല. ആരെങ്കിലും സുഗന്ധം നൽകിയാൽ അവിടെ നിന്ന് അത് സ്വീകരിക്കുന്നതാണ്. അപ്പൊ സുഗന്ധം മുത്തുനബിക്ക് ആളുകൾ നൽകാറുണ്ട് എന്നും അതവിടെ നിന്ന് മടക്കാറില്ല എന്നും, സുഗന്ധം നൽകിയാൽ മടക്കാൻ പാടില്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അത് നല്ലതാ, ഉസ്താദ്മാർക്കൊക്കെ നല്ല ആളുകൾക്കൊക്കെ സുഗന്ധം നൽകുന്നത് നല്ലതാ. അവിടെ നിന്ന് സുഗന്ധം ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. റവാഹുൽ ബുഖാരിയു വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്. നേരത്തെ ഖഫീഫുൽ മഹ്മിൽ എന്ന് പറഞ്ഞെടുത്ത് ഖലീലുൽ മിന്ന, അത് എന്തല്ലാത്തതാണ്, അനുഗ്രഹം സ്വീകരിക്കുക എന്ന താഴ്ച വരാത്ത കാര്യമാണ് എന്ന് അർത്ഥം വെച്ചിട്ടുണ്ട്. ഒരാളുടെ അനുഗ്രഹം സ്വീകരിക്കുക എന്നത് ഒരു താഴ്ചയാണ്. അങ്ങനെയുള്ള ഒരു മിന്നത്ത് സ്വീകരിക്കല് അതിൽ കുറവാണ്. അത് എന്തായിട്ട് ഗണിക്കപ്പെടൂല, ഒരാളുടെ അനുഗ്രഹം സ്വീകരിക്കലായിട്ട് അത് ഗണിക്കപ്പെടൂല. അതുകൊണ്ട് അത് സ്വീകരിക്കണം എന്ന് അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് കാണാം. എന്നല്ല, ഹദിയനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തഹാദു തഹാബു, നിങ്ങൾ ഹദിയ കൊടുക്കുക. ഒരാൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നതിനാണ്. അതായത് സുഗന്ധം, അത്തർ, ഇതൊക്കെ കൊടുക്കുക, അത് ബഹുമാനിച്ചു കൊടുക്കലാണ്. അങ്ങനെ ഹദിയ കൊടുക്കുക, നിങ്ങൾ പരസ്പരം മഹബത്തുണ്ടാവും. ഇങ്ങോട്ടും കൊടുക്കുക, അങ്ങോട്ടും കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കലുണ്ട്. അപ്പൊ അവ പൈസ ചാഞ്ഞിട്ടൊന്നല്ല ഇപ്പൊ വാങ്ങാന്. ഇനി മറ്റൊരു ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അൽ-ആഇദു ഫീ ഹിബത്തിഹി കൽ കൽബി യഊദു ഫീ ഖൈഇഹി, അൽ-ആഇദു മടക്കി വാങ്ങുന്നവൻ, ഫീ ഹിബത്തിഹി ഒരാൾക്ക് നൽകിയ ധർമ്മം തിരിച്ചു വാങ്ങുന്നവൻ,
കൽകൽബി, നായയെ പോലെയാണ്. യഊദ്, അത് മടങ്ങും. ബി കൈ, അത് ഛർദിച്ചത് തന്നെ വീണ്ടും കുടിക്കും. ലൈസ ലനാ മസലു സൗഇ, നമുക്ക് യോജിച്ചതല്ല മസലു സൗഇ, ചീത്ത ഉപമ. തങ്ങൾ അങ്ങനെയും കൂടി പറഞ്ഞു, ചീത്ത ഉപമ, ഛർദിച്ചത് വീണ്ടും നക്കുന്ന നായയെ പോലെയുള്ള ഉപമ, അതാണ് ചീത്ത ഉപമ. അത് നമുക്ക് യോജിച്ചതല്ല. അതുപോലെയുള്ള സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. അപ്പൊ നൽകിയത് ഇങ്ങോട്ട് തന്നെ മടക്കി വാങ്ങാൻ പാടില്ല. പക്ഷെ സന്താനത്തിന് പിതാവ് നൽകിയ ധർമ്മം, ആ സന്താനത്തിന്റെ കയ്യിൽ തന്നെ അതുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങുന്നത് ഇതിൽ പെടുകയില്ല എന്ന ഹദീസുകൾ ശേഷം വരുന്നുണ്ട്. അപ്പൊ അന്യൻക്ക് നൽകിയ ധർമ്മം തിരിച്ചു വാങ്ങാൻ പാടില്ല. മാതാപിതാക്കൾ സന്താനത്തിന് നൽകിയ ധർമ്മം അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് നൽകിയ ധർമ്മം ഇങ്ങോട്ടൊന്ന് തിരിച്ചു വാങ്ങാം. വാങ്ങിയാൽ തിരിച്ചു നൽകുകയും ചെയ്യണം. എനിക്ക് എന്നല്ലേ എന്ന് പറയണ്ട. ഞാൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, അന്നാബാഹു, നുഅ്മാൻ ഇബ്നു ബശീറിന്റെ പിതാവ്, അത്താബിഹി, ബശീർ എന്നവരായിരിക്കും, നുഅ്മാൻ എന്നവരെ കൊണ്ടുവന്നു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അരികിലേക്ക്. ഫഖാല, എന്നിട്ട് ബശീർ എന്നവർ പറഞ്ഞു, ഇന്നി നഹൽതു ബിനി ഹാദാ ഗുലാമൻ, ഇന്നി നഹൽതു, ഞാൻ നൽകി, ധർമ്മം നൽകി, ബിനി ഹാദ, എന്റെ ഈ മകൻക്ക്, ഗുലാമൻ, ഒരു അടിമയെ, ഗുലാമൻ, ഒരു അടിമയെ, ഞാൻ എന്റെ കയ്യിലുള്ള ഒരു അടിമനെ ഞാൻ എന്റെ ഈ മകൻക്ക് നൽകുന്നു. ഫഖാല, അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, കുല്ല വലദിക്ക നഹൽത മിസ്ലഹു, കുല്ല വലദിക്ക, നിന്റെ എല്ലാ മക്കൾക്കും നഹൽത, നീ ധർമ്മം ചെയ്തോ, മിസ്ലഹു, ഇതുപോലെ. ഖാല, അപ്പോൾ ബശീർ പറഞ്ഞു, ലാ, ഇല്ല നബിയെ. ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, പറഞ്ഞു, എങ്കിൽ നീ അതിനെ നീ മടക്കിക്കോ, നിന്റെ മകൻക്ക് നൽകിയ ധർമ്മം തിരിച്ചു വാങ്ങിക്കോ. അപ്പൊ സാധനം നഷ്ടപ്പെടാതെ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങൽ അനുവദനീയമാണ്, തിരിച്ചു കൊടുക്കേണ്ടതും ചെയ്യും. മടക്കി ചോദിച്ചാൽ തിരിച്ച് നൽകേണ്ടതുമാണ്. വഫീ റിവായത്തിൻ, ഈ ഒരു റിപ്പോർട്ടിൽ അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ബശീറിനോട്, അയസുറുക, നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടോ, യകൂനു ഇലൈക, ആ മക്കളെ നിന്നിലേക്ക്, ആവൽനെ ഫിൽ ബിർരി, ഗുണം ചെയ്യുന്നതിൽ സമമാവൽനെ. ഖാല, അപ്പോൾ പറഞ്ഞു, ബലാദ നബിയെ. ഖാല, ഫല ഇദൻ, എന്നാൽ ഫല പാടില്ല, നീ ഒരാൾക്ക് മാത്രം ധർമ്മം ചെയ്തത് ശരിയല്ല. ഇതെന്നാ സമയത്ത് റിവായത്തിൻ, ഒരു റിപ്പോർട്ട് ഇങ്ങനെ കാണാൻ, അന്നഹു ഖാല, ബഹുമാനപ്പെട്ട നോമാൻ പറയുന്നു, അതാനി അബി അത്തിയത്ത്, എന്റെ പിതാവ് എനിക്ക് നൽകി, അബി, എന്റെ പിതാവ് നൽകി, അത്തിയത്ത്, ഒരു ധർമ്മം. ഫഖാലത്ത്, അപ്പോൾ പറഞ്ഞു, അമ്രത്തു, എന്റെ ഉമ്മ അമ്രത്ത് പറഞ്ഞു, ബിന്ദു റവാഹ, റവാഹയുടെ മകളായ എന്റെ ഉമ്മ അമ്ര പറഞ്ഞു, ലാ അർള, ആരോട്, ഭർത്താവായ എന്റെ പിതാവിനോട് പറഞ്ഞു, ലാ അർള, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത്താ തുഷ്ഹിദ, നിങ്ങളെ സാക്ഷി പറയണം, റസൂൽ അള്ളാന്റെ റസൂലിനോട് പോയി നിങ്ങൾ പറയണം, എങ്കിൽ മാത്രമേ ഞാൻ ഈ പരിപാടി ഇഷ്ടപ്പെടുകയുള്ളൂ. ഫാത്ത, അപ്പോൾ പിതാവ് വന്നു, ബശീർ വന്നു, റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ അരികിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ആതൈതു ബിനി, എന്റെ മകൻക്ക് ഞാൻ നൽകിയിട്ടുണ്ട് നബിയെ, മിൻ അമ്രത, അമ്രയിൽ നിന്നുള്ള മകൻക്ക്, ബിൻതി റവാഹത്ത, റവാഹത്തിന്റെ പുത്രി അമ്രയിൽ നിന്നുള്ള എന്റെ മകൻക്ക്, അത്തിയ്യത്തൻ, ഒരു ധർമ്മം. ഫഅമറത്ത്, അപ്പോൾ കൽപ്പിച്ചു, അമൃത്ത് കൽപ്പിച്ചു, നീ എന്നോട്, അനുഷ്കിതക്ക, നിങ്ങളെ സാക്ഷിയാക്കലിനെ, റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ഖാല, അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആതൈത സായിറ വലദിക, നിന്റെ മക്കളിൽ മറ്റുള്ളവർക്കും നീ നൽകിയിട്ടുണ്ടോ, മിസ്ലഹാദ, ഇതുപോലത്തത്. ഖാല ലാ, അപ്പോൾ ബശീർ പറഞ്ഞു, ഇല്ല. ഖാല ഫത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി ചെയ്യുക. ഖാല, അദ്ദേഹം പറയുന്നു, ഫറദഅതിയതഹു, പിതാവ് ആ നൽകിയത് തിരിച്ചു വാങ്ങി. നബി തങ്ങൾ പറഞ്ഞു, ലാ അഷ്ഹദു അലാ ജൗരിൻ, ജൗറിന്റെ മേലിൽ ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല. ഒരു മകൻക്ക് മാത്രം മറ്റുള്ള മക്കൾക്ക് നൽകാതെ നൽകുന്നത് അത് കുറ്റകരമാണോ അല്ലെങ്കിൽ കറാഹത്താണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് ഖിലാഫുണ്ട്. കറാഹത്താണെന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത്. അപ്പൊ
നബി ഇമാമ് പറഞ്ഞത് ഫീ ഇസ്തിഹ്ബാബു തസ്വിയത്തി ബൈനൽ ഔലാദി ഫിൽ ഹിബത്തി, ധർമ്മം ചെയ്യും മക്കളുടെ ഇടയിൽ സമമാക്കൽ സുന്നത്താണ് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അവിടെ ലാ അഷ്ഹദു അലാ ജൗരിൻ, ജൗറിന്റെ മേലെ ഞാൻ സാക്ഷി നിൽക്കുകയില്ല എന്ന് ഹദീസിൽ പറഞ്ഞ ജൗറിന്റെ അർത്ഥം ചാച്ചിൽ എന്നാണ്, അല്ലാതെ എന്തല്ല അക്രമം എന്നല്ല. രണ്ടർത്ഥമുണ്ട്. ഹറാമാണെന്ന് പറയുന്നവർ ഇതിന് അക്രമം എന്നർത്ഥം വെക്കും, ജൗറിന് ചാച്ചിൽ എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞത് എന്ന് വെക്കും. അതാ മദ്ഹബു ശാഫിഈ മാലിക് അബീ ഹനീഫത്ത, മൂന്ന് മദ്ഹബും അന്നഹു മക്റൂഹ് വലൈസ ബിഹറാമിൻ, അതെ കറാഹത്താണ്, ഹറാമല്ല. ഖാല അഹ്മദു വസ്സൗരി ഇസ്ഹാഖു, അഹ്മദ് ഇമാമും സൗരി ഇമാം ഇസ്ഹാഖ് ഇമാമും പറയുന്നു ഹറാമുൻ, ഹറാമാണ് എന്നാണ്. ഏതായിരിക്കട്ടെ, വിശദീകരണം സലഹുകളിലുണ്ട്, ആവശ്യമുള്ളവര് മിർഖാത്ത് നോക്കുക. മുത്തഫഖുൻ അലൈഹി, ഇതൊക്കെ ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇതുവരെ പറഞ്ഞ എല്ലാ ഹദീസുകളും. ഇനി മറ്റൊരു ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും കാല, അവർ പറയുന്നു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യർജിഉ അഹദുൻ, ഒരാളും മടങ്ങാൻ പാടില്ല, ഫി ഹിബത്തിഹി, അവൻ ഹിബത്ത് നൽകിയാൽ, അവൻ ധർമ്മം നൽകിയതിൽ മടങ്ങാൻ പാടില്ല. ഇല്ലൽ വാലിദു മിൻ വലദിഹി, പിതാവ് മക്കളിൽ നിന്നുമൊഴികെ അത് മടങ്ങാം. റവാഹു നസായി ഇബ്നു മാജാഹ്. ഇനി മറ്റൊരു ഹദീസ്, ഇബ്നു ഉമർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരും കൂടി റിപ്പോർട്ട്, അന്നൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിർറജുലി, ഒരു മനുഷ്യന് ഹലാലല്ല, യുതിയ തിയത്തൻ, ധർമ്മം നൽകൽ, സുമ്മ യർജിഅ ഫീഹാ, പിന്നെ അതിൽ മടങ്ങൽ. ഇല്ലൽ വാലിദ ഫീമാ യുതി വലദഹു, പിതാവൈകെ, ഏതായാലും മടങ്ങല് ഹറാമാണെന്ന് തന്നെയാണ് സാധാരണ. മറ്റു അന്യൻക്ക് നൽകിയ ധർമ്മത്തിന് മടങ്ങല് ഹറാമാണ്, ചോദിച്ച് തിന്ന് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങല് ഹറാമാ. ഇല്ലൽ വാലിദ, വാലിദ് പിതാവൈകെ, ഫീമാ ഒന്നിൽ യുതി വലദഹു, അവന്റെ മക്കൾക്ക് നൽകും. മസലുല്ലദി യുതിൽ അതിയത, ഒരു ധർമ്മത്തെ നൽകുന്ന ഒരാളെ, സുമ്മ യർജിഉ ഫീഹാ, പിന്നെ അതിൽ മടങ്ങും, കമസലിൽ കൽബി, നായയെ പോലെയാണ്, അക്കലവൻ തിന്നുന്നു, ഹത്താ ഇദാ ശബിഅ ഖാഅ, വയറ് നിറഞ്ഞാൽ ഛർദിക്കും, ഹത്താ ഇദാ ശബിഅ ഖാഅ സുമ്മ ആദ ഫീ ഖൈഇഹി, പിന്നെ ഛർദിച്ചതിൽ തന്നെ മടങ്ങുകയും ചെയ്യും നായ. റവാഹു അബൂ ദാവൂദ്, തിർമിദി, അന്നസാഇ, ഇബ്നു മാജah, സഹീഹ് തിർമിദി. അപ്പൊ ഹറാമാണ് അന്യ ഒരാള് മടങ്ങല്, മക്കൾക്ക് നൽകിയത് മടങ്ങും. ഈ ഹദീസൊക്കെ ഓതുമ്പോ നമ്മൾ ഇതില് ഫത്തുഹുൽ മുഈനും ഇതേ ഭാഗം ഓതണം, അപ്പൊ നല്ല ബോധം ഉണ്ടാവും. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന അറാബിയൻ, ഒരു അറാബി അഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അറാബി റസൂലുള്ളാഹിക്ക് ഹദിയായി നൽകി, ബക്കറത്തൻ, എന്ത് നൽകി, ഒരു ഒട്ടകത്തെ. ഒരു പെണ്ണൊട്ടകം. ഫഅവ്വലഹു, റസൂലുള്ളാഹിക്ക് ഹദിയായി നൽകിയപ്പോ, ഫഅവ്വലഹു മിൻഹാ, നബി തങ്ങൾ അതിന് പകരം തിരിച്ചു നൽകി, സിത്ത ബക്കറാത്തിൻ, 6 ഒട്ടകം. ഫതസഖത, അപ്പോൾ അറാബി ദേഷ്യം പിടിച്ചു, എന്തിന്, കുറഞ്ഞീന്, 6 പോരാച്ചിട്ട്. ഫബലഗ ദാലിക നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തി, അയാള് എന്തോ ദേഷ്യം പറഞ്ഞത്. ഫഹമിദല്ലാഹ വഅസ്ന അലൈഹി, നബി തങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചു, അല്ലാഹുവിനെ ഹംദ് ചെയ്തു, വഅസ്ന അലൈഹി, അല്ലാഹുവിനെ പുകഴ്ത്തി. സുമ്മ ഖാല, പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഫുലാനൻ, ഒരു മനുഷ്യൻ, അഹദാ ഇലയ്യ നാഖത്തൻ, എനിക്കൊരു ഒട്ടകം ഹദിയയായി തന്നു. ഫഅവ്വൽതുഹു, ഞാൻ അതിന് പകരം നൽകി, മിൻഹാ, അവന് സിത്ത ബക്കറാത്തിന്, 6 ഒട്ടകം. ഫളല്ല സാഖിത്ത്, അവൻ ദേഷ്യം പിടിച്ചു. ലഖദ് ഹമംതു അല്ലാ അഖ്ബല ഹദിയതൻ, ഞാൻ കരുതി, അല്ല അക്ബല, ഞാൻ സ്വീകരിക്കരുത് എന്ന്, ഹദിയത്തൻ, ഒരു ഹദിയയും, ഇല്ലാ മിൻ ഖുറശിയൻ, ഖുറൈശി തന്നാലല്ലാതെ, അൻസാരിയൻ, അൻസാരിയായ സഹാബി തന്നാലല്ലാതെ, സഖഫിയൻ, അല്ലെങ്കിൽ സഖഫി കബീലയിൽപ്പെട്ടവർ തന്നാലല്ലാതെ, ദൗസിയൻ, അല്ലെങ്കിൽ ദൗസിക്കാർ തന്നാലല്ലാതെ. കാരണം അവര് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടല്ല ഹദിയ ചെയ്യല്, മനസ്സ് പൊരുത്തപ്പെട്ടുകൊണ്ടാണ് ചെയ്യല്. അപ്പോ ഇദ്ദേഹം ഇങ്ങോട്ട് ചെയ്തത് അങ്ങോട്ട് അതിനേറെ തിരിച്ചു കിട്ടണമെന്ന് കരുതിക്കൊണ്ടാണ്. 6 കൊടുത്തിട്ട് പോരാന്ന അദ്ദേഹത്തിന്റെ ചിന്ത.
അതാണ് അദ്ദേഹത്തിന് ദേഷ്യം വെച്ചത്. അപ്പൊ ഇങ്ങനെയുള്ളവരിൽ നിന്നും ഹദീസ് സ്വീകരിക്കരുത് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങോട്ട് നൽകുന്നത് ഇങ്ങോട്ട് കിട്ടാനാവരുത് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇവിടെ. പലപ്പോഴും നമ്മൾ അങ്ങോട്ട് നൽകുന്ന ഇങ്ങോട്ട് കിട്ടാൻ. നബി തങ്ങൾ അങ്ങനെയുള്ള ഹദീസ് സ്വീകരിക്കാതിരിക്കല ചെയ്യണം എന്നതിലേക്ക് സൂചന. റവാഹു തുർമുദി, അബൂ ദാവൂദ്, വന്നസാഇയോ. അപ്പൊ ഹദിയ തന്നതൊക്കെ സ്വീകരിക്കണം എന്ന് കടമയില്ല, എന്ന് നിർബന്ധമില്ല. അത് എന്താക്കാം, റദ്ദ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു ഹദീസ്, ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും, മൻഉതിയതഅൻ, ഒരാൾക്ക് ഒരു ധർമ്മം നൽകപ്പെട്ടാൽ, ഫവജദാ, അവൻക്ക് വിശാലത എത്തിച്ചാൽ, ഫവജദ അറിഞ്ഞാല് അവൻക്ക് വിശാലത കിട്ടിയാൽ, ഫൽയജിസ് ബിഹി, അതിനെ തിരിച്ച് പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നതിന് അങ്ങോട്ടും പകരം കൊടുക്കേണ്ടതാണ്. കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊടുക്കരുത് എന്നാണ് നേരത്തെ പറഞ്ഞത്. പ്രതിഫലം അങ്ങോട്ട്, നമുക്ക് വിശാലത ഉണ്ടാവും, അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. വമല്ലം യജിദ്, ഒരാൾക്ക് വിശാലത എത്തിച്ചിട്ടില്ലെങ്കിൽ, ഫൽയുസ്നി, അവൻ പുകഴ്ത്തി പറയട്ടെ, തന്നവനെ പുകഴ്ത്തുക തന്നെ എങ്കിലും ചെയ്യണം. ഫഇന്നമൻ അസ്നാ, പുകഴ്ത്തിയാൽ, ഫഖദ് ശകറ, അവൻ ശുക്ർ ചെയ്തവനായി. വമൻ കതമ, തന്നത് മറച്ചു വെക്കുന്നവൻ, ഫഖദ് കഫറ, അവൻ നന്ദിയില്ലാത്തവനാണ്. വമൻ തഹല്ല, ഒരാൾ ആഭരണം അണിഞ്ഞാൽ, ബിമാലം യൂത്ത, അവൻക്ക് നൽകപ്പെടാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് അവൻ വലിയതായിട്ട് ഇങ്ങനെ ആളായിട്ട് ആഭരണം അണിഞ്ഞു നടന്നാൽ, കാന കലാബിസി സൗബൈസൂരിൻ, കാനവനായി കലാബിസി ധരിച്ചവനെ പോലെ, സൗബൈസൂരിൻ, കള്ളത്തരത്തിന്റെ 2 ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അവൻ കഴിവ് ഇല്ലാത്തവനാണ്, എങ്ങിട്ട് കഴിവുള്ളവനെ പോലെ എന്തായി, അഹംഭാവത്തിന്റെ രൂപത്തിൽ ധരിക്കുക. ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്യുന്നവൻ, അവൻ കള്ള ഡ്രസ് 2 ധരിച്ചവനെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, ഇത് പറഞ്ഞാൽ പല അർത്ഥവും ഇവിടെ വെക്കാം. അർഹതയില്ലാത്ത സ്ഥാനം ഉണ്ട് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വസ്ത്രം ധരിക്കുക, പണ്ഡിതനല്ലാത്തവൻ പണ്ഡിത വേഷം ധരിക്കുക, വലിയ പണ്ഡിതനല്ലാത്തവൻ വലിയ പണ്ഡിതന്മാരെ വേഷം ധരിക്കുക. അവർക്ക് അർഹതപ്പെട്ട വേഷമേ ധരിക്കാൻ പാടുള്ളൂ. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, അവരിൽ നിന്നും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സുനിയ ഇലൈഹി മാറൂഫൻ, ഒരാൾക്ക് ഒരു നന്മ നൽകപ്പെട്ടാൽ, ഫഖാലി ഫായിലിഹി, അത് ചെയ്തവനോട് തിരിച്ചു പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈറൻ, അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ഫഖദ ബലഗ ഫിസ്സനായി, അവൻ അങ്ങേയറ്റത്തെ പുകഴ്ത്തൽ നടത്തി. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ് എന്താണ്, മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്, ജനങ്ങൾക്ക് ശുക്ർ ചെയ്യാത്തവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്തവനല്ല. അഹ്മദ്, തുർമുദി. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, ഖാല ലമ്മ ഖദിമ റസൂലുള്ള മുന്നിട്ടപ്പോൾ, മദീനയിലേക്ക്, അത്താഹുൽ മുഹാജിറൂന, മുഹാജിരീങ്ങൾ നബി തങ്ങളുടെ അരികിൽ വന്ന്, ഫഖാലു, അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ റഅയ്നാ ഖൗമൻ അബ്ദല മിൻ കസീരിൻ വലാ അഹ്സന മുവാസാതൻ മിൻ ഖലീലിൻ മിൻ ഖൗമിൻ നസൽനാ ബൈന ളുഹ്രിഹിം ലഖദ് കഫൂനാ അൽ മുഅനത വഅസ്റകൂനാ ഫിൽ മഹ്ന ലഖദ് ഖിഫ്നാ യദ്ഹബു ബിൽ അജ്രി കുല്ലി. എന്താ പറയുന്നത്? സഹാബത്ത്, മുഹാജിറുകളായ സഹാബത്ത് നബി തങ്ങളുടെ അരികിൽ വന്ന് പറയുകയാണ്, ആരെപ്പറ്റി? അൻസാറുകളെ പറ്റി. മാറായിന, ഞങ്ങൾ കണ്ടിട്ടില്ല, നബിയ ഖൗമനി, അൻസാറുകളെയും ഈ മദീനക്കാരായ സഹാബികളെ, ഒരു കൗമിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അബ്ദലാ മിൻ കസീരിൻ, ധാരാളം ധർമ്മം ചെയ്യുന്ന ഒരു കൗമിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അഹ്സന മുവാസാതൻ, സഹായത്തിനാൽ ഏറ്റവും കൂടുതൽ ഭംഗിയിൽ സഹായിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. മിൻ ഖലീലിൻ, കുറഞ്ഞതാവലോട് കൂടെ അവർക്ക് ഒന്നുമില്ലെങ്കിൽ പോലും, മിൻ ഖൗമി, ഈ ജനങ്ങളെക്കാൾ മറ്റൊരാളെയും കണ്ടിട്ടില്ല. നസൽന, ഞങ്ങൾ ഇറങ്ങിയത് ബൈന ളുഹ്രിഹിം, ഈ ജനങ്ങളുടെ ഇടയിലാണ്. ലഖദ് കഫൂനാ അൽ മുഅനത,
അവര് ഞങ്ങൾക്ക് മതിയാക്കിയിരിക്കുന്നു. കഫൗ അവര് മതിയാക്കിന ഞങ്ങളൽ മുഅനത്ത ചെലവുകൾക്ക്. വശറക്കു അവര് പങ്കാക്കിന ഞങ്ങളെ ഫിൽ മഹ്നി അവരുടെ തൊഴിലുകളിൽ. ഹത്താ ഇദാ ഖിഫ്ന അവർ ഞങ്ങള് ഭയക്കുന്നു നബിയെ യദ്ഹബു ബിൽ അജ്രി കുല്ലി അവര് എല്ലാ പ്രതിഫലവും കൊണ്ടുപോകുമെന്ന്. അവർക്കാണല്ലോ വലിയ പ്രതിഫലം, ഞങ്ങൾ ഇങ്ങനെ അവരിക്കുന്ന വാങ്ങാന്നല്ലാതെ ഞങ്ങളെ നന്മ ചെയ്യാൻ ആ വിഷയത്തിൽ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. ഫഖാലപ്പ നബി തങ്ങൾ പറഞ്ഞു, ലാ അവര് കൊണ്ടുപോകൂല, അവർക്ക് മാത്രം കിട്ടുന്നതല്ല നിങ്ങൾക്കും കിട്ടും. മാദഅതുമുല്ലാഹ ലഹും നിങ്ങൾ അള്ളാഹിനോട് അവർക്ക് ദുആ കൊടുക്കുമ്പോൾ, വാസനൈതും അലൈഹിം നിങ്ങൾ അവരെ മേൽ പുകഴ്ത്തി പറയുമ്പോൾ. അപ്പോൾ അൻസാറുകൾ ചെയ്ത പരിപാടി സഹാബികളെ മുഹാജിറുകളെ മുഴുവൻ സ്നേഹിതന്മാരെ പ്രയാസങ്ങൾ നീക്കുക, സ്വാന്തനം ചെയ്യുക എന്നതായിരുന്നു. അപ്പൊ തിരിച്ചു നൽകേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടി ദുആർക്കുകയും അവരെ മേൽ പുകഴ്ത്തി പറയുകയും ചെയ്യുക. സ്നേഹിത്തും അലൈഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. റവാഹു തുർമിദി വസഹഹ. ഇനിയും ധാരാളം ഹദീസുകൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും.